بسم الله الرحمن الرحيم محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء. وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم وكلهم من رسول الله ملتمس ورفا من البحر أو رشفا من الديم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വർഷം തോറും പാറക്കടവിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം വിവരിക്കുന്ന, അവിടുന്ന് പഠിപ്പിച്ച പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ചൂണ്ടിക്കാണിക്കുന്ന മദ്ഹുർ റസൂൽ പരിപാടി നാം സംഘടിപ്പിക്കാറുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, അവിടുത്തോട് ആദരവ് പ്രകടിപ്പിക്കുന്ന, അവിടുന്ന് പഠിപ്പിച്ച ആശയം ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളിൽ സാധുക്കളായ നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ ഖിയാമത്ത് നാൾ വരെ
ഏത് പണ്ഡിതൻ ശ്രമിച്ചാലും ഏത് മനുഷ്യൻ ശ്രമിച്ചാലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലാത്ത വിധം അതിരറ്റ ബഹുമാനവും അതുപോലെ സ്ഥാനവുമുള്ളവരാണ് എന്ന് നമുക്കെല്ലാവർക്കും ഉറച്ച വിശ്വാസം ഉണ്ട്. فكيف يدرك في الدنيا حقيقته قوم نيام تسلوا عنه بالحلم. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം കണ്ടെത്തിക്കാൻ എങ്ങനെയാണ് പരിപൂർണമായി ഉണർവ് ലഭിച്ചിട്ടില്ലാത്ത ഉറങ്ങിക്കിടക്കുന്ന നമുക്ക് സാധിക്കുക എന്ന് മഹാനായ ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചോദിച്ചത് വളരെ അർത്ഥവത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എത്ര തന്നെ പുകഴ്ത്തി പറഞ്ഞാലും അത് കൂടിപ്പോവുകയില്ല. വൻസുബ് ഇലാ ദാതിഹി മസിത മിൻ ശറഫി വൻസുബ് ഇലാ ഖദരിഹി മസിത മിൻ നിളമി ഫഇന്ന ഫള റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയരിബ അൻഹു നാതിഖും ബിഫമി. ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ ഇമാം ബൂസരി റഹിമഹുല്ലാഹ് അവസാനം പറഞ്ഞൊരു സ്ഥാനത്തും പറഞ്ഞു എത്തിക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോ പറഞ്ഞില്ലേ വൻസുബിലാദാതിഹി മസിത മിൻ ശറഫി. അവിടുത്തെ മഹോന്നതമായ ശരീരം, ആ ശരീരത്തിന് എന്ത് തന്നെ ബഹുമാനം നിനക്ക് പറയാൻ കഴിയുമോ നീ പറഞ്ഞോ. ഏത് ബഹുമാനം പറയുന്നതും ഭയപ്പെടേണ്ടതില്ല. വൻസുബ് ഇലാ ഖദരിഹി മസിത മിൻ നിളമി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമായി നിനക്ക് എത്രയും എങ്ങനെയും പറയാം. കാരണം ഫഇന്ന ഫള റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയരിബ അൻഹു നാതിഖും ബിഫമി. അവിടുത്തെ ബഹുമാനം ഒരു തൊള്ള കൊണ്ടും ഒരു നാവ് കൊണ്ടും ഒരു മനുഷ്യനും ഒരു പണ്ഡിതനും ഒരു മഹാനും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് ബറക്കത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ അമല. ഒരു വലിയ കടലിൽ നിന്ന് ഒരൽപ്പം വെള്ളം സൂചിയിൽ മുക്കിയെടുക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിൽ നിന്ന് ബറക്കത്തിന് വേണ്ടി ഒരൽപ്പം പറയുക മാത്രമാണ് നാം ചെയ്യുന്നത്. അല്ലാഹുവേ, കാരണം കൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖം കാണാനും അവിടുത്തോടുകൂടെ ഒരുമിച്ച് കൂടാനും അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും ഞങ്ങളുടെ ഇത്തരം പരിപാടികളിൽ സഹകരിക്കുന്നവരും സഹായിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും അധ്വാനിക്കുന്നവരും ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും നീ ഭാഗ്യം തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷം സൂറത്തുൽ ളുഹാ വല്ളുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്തിനെ ആസ്പദമാക്കി 2 ദിവസം നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു. അതിൽ ഒരുപാട് തഫ്സീറുകൾ വല്ളുഹാ വല്ലൈലി ഇദാ സജാ എന്ന ആയത്തിനും അതുപോലെ വജദ ഖവാലൻ ഫഹദാ എന്ന ആയത്തിനുമൊക്കെ എത്രയോ തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ വിഷയങ്ങൾ നാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ കൊല്ലം സൂറത്തുൽ ളുഹാ ആസ്പദമാക്കി നാം പ്രസംഗിച്ച 4.5 മണിക്കൂർ പ്രസംഗത്തിന്റെ DVD ചെറിയ സംഖ്യക്ക് നമ്മുടെ സദസ്സിൽ ലഭിക്കും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് മാനവികത പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഏറ്റവും മഹാനായ നേതാവാണ്. മൃഗീയതയിൽ നിന്ന് മാനവികതയിലേക്ക് മനുഷ്യ സമൂഹത്തെ സംസ്കരിച്ച് കൈപിടിച്ചുയർത്തിക്കൊണ്ടുപോവുകയായിരുന്നു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോടും വെറുപ്പ് വെച്ചില്ല, ആരോടും വൈരാഗ്യം വെച്ചില്ല, ആരോടും വിദ്വേഷം വെച്ചില്ല, ആരോടും പകപോക്കാൻ നിന്നില്ല, ആരോടും പ്രതികാരം ചെയ്യണമെന്ന ചിന്ത വളർത്തിയില്ല. മറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ച ആശയം സ്നേഹത്തിന്റെ ആശയമാണ്, സൗഹാർദ്ദത്തിന്റെ ആശയമാണ്, സഹകരണത്തിന്റെ ആശയമാണ്, ഐക്യത്തിന്റെ ആശയമാണ്, സൗന്ദര്യമുള്ള ആശയങ്ങളാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം ലസ്ത മുർസല. ഓ മുഹമ്മദേ, നീ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, നീ റസൂലല്ല എന്ന് ശത്രുക്കൾ ആരോപണം പറഞ്ഞപ്പോൾ നമുക്കറിയാം റസൂലാകണമെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാനുള്ള കാഴ്ച വേണം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് കേൾക്കാനുള്ള കേൾവി വേണം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെടാനുള്ള പ്രകൃതി വേണം. അല്ലാതെ എങ്ങനെയാണ് ഒരാൾ റസൂലാകുന്നത്? പക്ഷേ നീയും ഞങ്ങളും ഒരുപോലെയാണ്, നീ ഞങ്ങളെപ്പോലെ ഒരാൾ മാത്രമാണ് എന്ന് വാദിച്ചിരുന്ന മുശ്രിക്കുകൾ പോരാ, ചിലപ്പോൾ അവർ അതിനപ്പുറം പറഞ്ഞു, ഇന്നക ലമജ്നൂൻ, നീ വെറും ഒരു ജിന്ന് കൂടിയവനാണല്ലെങ്കിൽ നീ ഒരു ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നവനാണ് എന്ന് ലോകത്ത് ഏറ്റവും വലിയ നല്ല തത്വങ്ങൾ പഠിപ്പിച്ച നേതാവിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിച്ചു എതിരാളികൾ. ചിലപ്പോൾ അവർ കാഹിനാണ്, ജ്യോത്സ്യനാണെന്ന് പറഞ്ഞു, മറ്റു ചിലപ്പോൾ അതേ ഭ്രാന്തനാണെന്ന് വരെ പറയാൻ അവർ മടിച്ചില്ല. ചിലപ്പോൾ അവരൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞു. ഇതിനെല്ലാം പരിശുദ്ധ ഖുർആൻ ഓരോ സ്ഥലങ്ങളിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണല്ലോ സൂറത്ത് യാസീൻ. നമ്മൾ 7 ദിവസം നാദാപുരത്ത് പ്രസംഗിച്ചപ്പോൾ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം എന്ന് ഖുർആൻ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു. കാരണം ഖുർആൻ ഏത് കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിന് ഏത് കാലത്തും ജീവിക്കുന്ന തെളിവാണ് പരിശുദ്ധ ഖുർആൻ. മറ്റ് അമ്പിയാക്കളെ മുഅ്ജിസത്ത് പോലെയല്ല, വേറെയുള്ള മുഅ്ജിസത്തുകൾ പോലെയല്ല. ദമത്തിലദൈനാ ഫഖദ് കുല്ല മുഅ്ജിസതി മിനൻ നബിയിന ഇദ് ജാഅത് വലം തദൂമി. ലോകത്ത് പല മുഅ്ജിസത്തുകളും അറിയാമല്ലോ. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അത്ഭുതകരമായ വടി ഒരു മുഅ്ജിസത്തായിരുന്നു. നിലത്ത് വീണാൽ അത് പാമ്പാകുന്നു, കയ്യിലെടുത്താൽ അത് വടിയാകുന്നു. അതുപോലെ നിങ്ങൾക്കറിയാം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശത്രുക്കൾ തീയിലിട്ടപ്പോൾ ഒന്നും ഒരു ചെറിയ രോമം പോലും കത്തിപ്പോകാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ? മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അന്നീ യഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി-ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇذനില്ലാഹ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ്. അതേ കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി ഊതി ഞാൻ പറപ്പിച്ചു തരും. കണ്ണിന് തുടക്കം മുതലേ ജീവിതത്തിൽ കാഴ്ചയില്ലാത്തവർക്ക് ഞാൻ ആ രോഗം മാറ്റിത്തരും. അതുപോലെ വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി തരും. എന്തിനധികം പറയണം, മരിച്ചവരെ പോലും ഞാൻ ഹയാത്താക്കി തരും ബിഇذനില്ലാഹ്. ഇതൊന്നും എന്റെ വകയിലല്ല, എന്റെ റബ്ബായ അല്ലാഹു ജല്ല ജലാലുഹു തരുന്ന കഴിവ് കൊണ്ടാണ്.
കൊണ്ടാണ്, അവൻ തരുന്ന തൗഫീഖ് കൊണ്ടാണ്, അവൻ തന്ന അംഗീകാരമാണ്, ഞാൻ അവന്റെ നബിയാണ് റസൂലാണെന്നതിന്റെ തെളിവാണ് എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയും ഒരുപാട് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തില്ലേ? എന്നാൽ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുന്ന് ആയിരക്കണക്കിന് മുഅ്ജിസത്തുകൾ അവിടുന്ന് പ്രകടിപ്പിച്ചില്ലേ? എന്നാൽ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആൻ ദാമത്തിലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തി മിനൻ നബിയിന ഇദ് ജഅത് വലം തദൂമി. ഖിയാമത്ത് നാൾ വരെ മുഴുവൻ എതിരാളികളെയും വെല്ലുവിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിനെ നേരിടാൻ കഴിയാത്ത ഒരു കലാമായി, നേരിടാൻ കഴിയാത്തൊരു ഗ്രന്ഥമായി, എന്നും സത്യത്തിന്റെ തെളിവായി അല്ലാഹു തആല നിലനിർത്തിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ അല്ലമൽ ഖുർആൻ നമ്മുടെ സൂറത്തുർ റഹ്മാൻ നാദാപുരത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, അർ റഹ്മാനു അല്ലമൽ ഖുർആൻ. റഹ്മാനായ അല്ലാഹു ഖുർആനിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. എന്തിന്റെ അടയാളമാണ് ഖുർആൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, പടച്ച റബ്ബ് നിയോഗിച്ചയച്ച അവന്റെ ഹബീബായ റസൂലാണെന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഖുർആൻ. അതിന്റെ തെളിവാണ് ഖുർആൻ. അല്ലമൽ ഖുർആൻ. ഖുർആനിനെ അല്ലാഹ് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. പരിപൂർണ മനുഷ്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പടച്ചിരിക്കുന്നു. അല്ലമഹുൽ ബയാൻ. ആ നബി തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ എങ്ങനെ വിവരിക്കണമെന്ന വിവരണം അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അതുപോലെ സൂറത്തു യാസീനിന്റെ തുടക്കത്തിലും അത് തന്നെ പറയുന്നത്, വൽ ഖുർആനിൽ ഹകീം. ഭദ്രമായ മഹത്തായ തത്വചിന്തകൾ മുഴുവനും ഉൾക്കൊള്ളുന്ന സർവവിജ്ഞാനത്തിന്റെയും കേന്ദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ. ഓ നബിയേ, നിശ്ചയം അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ടവരാണ്. അലാ സിറാത്തിൻ മുസ്തഖീം. തങ്ങളുടെ എതിരാളികളും വിരോധികളും പലതും പറഞ്ഞ് പരത്തുന്നുണ്ട്, പല വിമർശനങ്ങളും നടത്തുന്നുണ്ട്, പല അക്രമങ്ങളും അഴിച്ചു വിടുന്നുണ്ട്, ദ്രോഹങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ നബിയേ, തങ്ങളങ്ങനെ എതിർക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല, ആരും വിമർശിക്കേണ്ട വ്യക്തിയല്ല. കാരണം അവിടുന്ന് പഠിപ്പിക്കുന്ന പ്രസ്ഥാനം, അവിടുന്ന് കൊണ്ടുവന്ന ആശയം അത് എതിർക്കപ്പെടേണ്ട പ്രസ്ഥാനമല്ല. അലാ സിറാത്തിൻ മുസ്തഖീം. നേരെ ചൊവ്വയുള്ള മാർഗത്തിന്റെ മേലെയാണ് തങ്ങൾ. അവിടുന്ന് വളഞ്ഞ വഴികളൊന്നും ലോകത്ത് പഠിപ്പിച്ചിട്ടില്ല. അവിടുത്തെ സ്വഭാവത്തിൽ വക്രതയില്ല, അവിടുത്തെ ആശയത്തിൽ വളവില്ല. ലോകത്ത് ഏതെല്ലാം ജനങ്ങളുണ്ടോ, ഏതെല്ലാം ജിന്നുകളുണ്ടോ, ഏതെല്ലാം മലക്കുകളുണ്ടോ, ഏതെല്ലാം മൃഗങ്ങളുണ്ടോ, ഏതെല്ലാം പറവകളുണ്ടോ, ഏതെല്ലാം മത്സ്യങ്ങളുണ്ടോ, ഏതെല്ലാം സസ്യങ്ങളുണ്ടോ, ഏതെല്ലാം ഇഴജന്തുക്കളുണ്ടോ, വന്യമൃഗങ്ങളുണ്ടോ, എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യം ചൊരിയുന്ന പ്രസ്ഥാനമല്ലേ, കാരുണ്യം പഠിപ്പിച്ച നേതാവല്ലേ. അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ അവിടുത്തെ മനസ്സമാധാനം അവിടുത്തേക്ക് ലഭിക്കാൻ വേണ്ടി കഠിനമായ വിമർശനങ്ങളും എതിർപ്പുകളും ദ്രോഹങ്ങളും ഉണ്ടാകുമ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അവിടുത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഓ നബിയേ, ഫലാ യഹ്സുൻക ഖൗലുഹും.
എതിരാളികളുടെ വാക്കുകൾ തങ്ങളെ മുഷിപ്പിക്കണ്ട, ടെൻഷനാക്കണ്ട. എതിരാളികൾ എന്ത് പറഞ്ഞാലും തങ്ങൾ ടെൻഷനാകണ്ട. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. എതിരാളികൾ രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും അതൊക്കെ നമ്മൾക്കറിയാം നബിയേ. തങ്ങൾ കേവലം പാട്ടുകാരനാണെന്നും തങ്ങൾ കേവലം ചിന്നു കൂടിയവനാണെന്നും അവിടുന്ന് ജ്യോത്സ്യനാണെന്നും അങ്ങനെ തുടങ്ങിയ ആരോപണങ്ങൾ പലതും പറയുന്നതിന്റെ പുറമേ തങ്ങളെ എറിഞ്ഞി പരുക്കേൽപ്പിക്കാൻ വേണ്ടി ഭ്രാന്തന്മാരെയും കുട്ടികളെയും ഏൽപ്പിക്കുന്നവരുണ്ട്. തങ്ങളെ കൊന്നുകളയാൻ വേണ്ടി വീട് വളയാൻ ചെറുപ്പക്കാരെ സജ്ജമാക്കിയവരുണ്ട്. തങ്ങൾ പോകുന്ന വഴികളിൽ മുള്ളി വിതറാൻ വേണ്ടി ജനങ്ങളെ ഒരുക്കിയവരുണ്ട്. തങ്ങളെ ചീത്ത പറയാനും തെറി പറയാനും വേണ്ടി രംഗത്ത് വന്നവരുണ്ട്. പക്ഷേ തങ്ങൾ മുഷിയണ്ട നബിയേ. അവിടുന്ന് അതാ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോ നല്ല നല്ല സൗഹാർദ്ദത്തിന്റെ സഹകരണത്തിന്റെ മാനവികതയുടെ സത്യത്തിന്റെ നന്മയുടെ സൗഹാർദ്ദത്തിന്റെ ഐക്യത്തിന്റെ ശബ്ദങ്ങൾ അവിടുത്തെ നാവിൽ നിന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോ ജനങ്ങൾ ഇങ്ങനെ സംസ്കരിക്കപ്പെടുകയും നന്നാവുകയും ഐക്യപ്പെടുകയും സന്തോഷത്തോടെ നീങ്ങുകയും അങ്ങയുടെ പ്രസ്ഥാനം വളർന്ന് പന്തലിക്കുകയും അങ്ങയുടെ കീഴിൽ ഒരുപാട് യതീമുകളും അനാഥകളും അഗതികളും ഒരുപാട് പാവപ്പെട്ടവരുമൊക്കെ ജീവിക്കുമ്പോ അവിടുന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ധാരാളം കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമ്പോ അതാ നബിയേ. ആ എതിരാളികൾ രഹസ്യമായി പറയുന്നുണ്ട്, നമ്മൾ എത്ര പറഞ്ഞിട്ടെന്താണ്, നമ്മൾ എന്ത് ചെയ്തിട്ടെന്താണ്, നമ്മൾ എന്ത് ശത്രുത കാണിച്ചിട്ടെന്താണ്, മുഹമ്മദിനൊരു പരാജയവും സംഭവിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ അനുയായികൾ കൂടി വരികയല്ലേ, ജനങ്ങൾക്കിടയിൽ ആകർഷണീയമായി മുന്നോട്ട് നീങ്ങുകയല്ലേ. നമ്മുടെ ഈ കളികളൊന്നും കൊണ്ടൊരു ഫലവുമില്ലെന്ന് അവര് തന്നെ സ്വകാര്യത്തിൽ പറയുന്നുണ്ട് നബിയേ. എന്നാലും പരസ്യമായി പരമാവധി കഴിവിന്റെ പരമാവധി എതിർപ്പ് ശക്തിയാക്കണമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും രഹസ്യമായി തങ്ങളുടെ മതവും തങ്ങളുടെ ബഹുമാനവും അവരും പറഞ്ഞു പോകുന്നുണ്ട് നബിയേ. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. അവര് രഹസ്യമായി പറയുന്നതും നമ്മൾക്കറിയാം, അവര് പരസ്യമായി പറയുന്നതും നമ്മൾക്കറിയാം. ഓ നബിയേ, തങ്ങളെ എത്ര തന്നെ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഒരു ശത്രുവിനും തങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്. അല്ലാഹു ജനങ്ങളിൽ നിന്ന് തങ്ങൾക്ക് കാവൽ നൽകും നബിയേ. അല്ലാഹു ജല്ല ജലാലുഹു പൂർണ്ണമായി ഏറ്റെടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം മറ്റൊരായത്തിൽ വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മതുഹു. ഓ നബിയേ, അല്ലാഹുവിന്റെ ഔദാര്യം തങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ വറഹ്മതുഹു അവന്റെ അനുഗ്രഹവും തങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ലഹമ്മത് ത്വായിഫത്തും മിൻഹും യുളില്ലൂക്. എതിർപ്പിന്റെ കടുപ്പം കൊണ്ട്, ശത്രുതയുടെ കടുപ്പം കൊണ്ട് തങ്ങളെ തെറ്റിച്ചു കളയാൻ അവര് കരുതിപ്പോയിരുന്നു. എങ്ങനെയെങ്കിലും സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് സംസ്കരിക്കുന്നതിൽ നിന്ന് തങ്ങളെ തെറ്റിച്ചു കളയാൻ അവര് സർവശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ ആ എതിരാളികൾ അവരുടെ ശരീരങ്ങളെ മാത്രമാണ് പിഴപ്പിക്കുന്നത്. അവരുടെ ശത്രുതയുടെ എല്ലാ ദുഷ്ഫലങ്ങളും ആ എതിരാളികൾക്ക് മാത്രമാണ് നബിയേ. തങ്ങളെ ഒരു ചെറിയ ചെറിവിരൽ പോലും, ഒരു ചെറിയ രോമം പോലും ഓ നബിയേ അങ്ങേ ഒന്നും ചെയ്യാനായ എതിരാളികൾക്ക് സാധ്യമല്ല. അൻസലല്ലാഹു അലൈക്കൽ കിതാബ്.
അങ്ങേക്ക് അല്ലാഹു തആല മഹത്തായ ഖുർആൻ, ആ മഹത്തായ കിതാബിനെ അല്ലാഹു ഇറക്കി തന്നിട്ടുണ്ട്. വൽ ഹിക്മ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള ശരിയായ അറിവും അല്ലാഹു തങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം, ഓ നബിയെ തങ്ങൾക്കറിയാത്ത, അറിയൽ ആവശ്യമുള്ള എല്ലാ അറിവുകളും അല്ലാഹു തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, അങ്ങേക്ക് അല്ലാഹു തആല തന്ന ഔദാര്യം, അങ്ങേക്ക് അല്ലാഹു തആല തന്ന ബഹുമാനം അതിമഹത്തരമാണ് നബിയേ. അതൊരു മനുഷ്യന് പറഞ്ഞു തീർക്കാനോ ഒരു മനുഷ്യന് പഠിച്ചു തീർക്കാനോ കഴിയുന്ന വിധത്തിൽ പരിധി വെക്കാവുന്നതല്ല. പരിശുദ്ധ ഖുർആൻ അരിക്കടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുകയാണ്. നിങ്ങൾ നോക്കൂ, എന്താണ് അവിടുത്തെ ധൈര്യം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യം. അവിടുത്തെ ഏറ്റവും വലിയ കഠിന ശത്രുവായ അബൂജഹൽ, അവനെ പോലെ ശത്രു വേറെ ആരാണ്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ചീത്ത പറഞ്ഞിട്ടില്ല, അവന്റെ കുടുംബത്തെ ചീത്ത പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ശല്യം ചെയ്തിട്ടില്ല, അടിച്ചിട്ടില്ല. ഒരു ചെറിയ വാക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പേരിൽ അല്ല, മറിച്ച് സത്യത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നു, സമാധാനത്തിലേക്ക് നയിക്കുന്നു, സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, ശത്രുതയിൽ നിന്ന്, വെറുപ്പിൽ നിന്ന്, അനൈക്യത്തിൽ നിന്ന്, അസത്യത്തിൽ നിന്ന്, അനീതിയിൽ നിന്ന്, അഹംഭാവത്തിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് എല്ലാം മനുഷ്യനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സത്യത്തിന്റെ വിരോധിയായ അബൂജഹലിന് കഠിനമായ ശത്രുത. ആ ശത്രുതയുള്ള അബൂജഹൽ പലപ്പോഴും പറയും, മുഹമ്മദിനെ ഞാൻ അങ്ങനെ തിരിക്കും, അങ്ങനെ മറിക്കും, ഞാൻ എന്റെ മുമ്പിൽ കിട്ടിയാൽ ഞാൻ വെട്ടിക്കളയും, കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണി മുഴക്കും. ആ അബൂജഹലിന്റെ കയ്യിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു സംഖ്യ കുടുങ്ങിപ്പോയി. അബൂജഹൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ് ഒരു ഒട്ടകത്തെ വാങ്ങാൻ. അങ്ങനെ അബൂജഹലിന് ഒരു ഒട്ടകത്തെ അദ്ദേഹം വിറ്റതാണ്. അബൂജഹലിന് ഒരു ഒട്ടകത്തെ വിറ്റപ്പോൾ അബൂജഹൽ ഒരല്പ ദിവസം അവധി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവധി ദിവസം ആയതിനു ശേഷം ഈ സാധു മനുഷ്യൻ കൊടുക്കാനുള്ള സംഖ്യ കൊടുക്കേണ്ട ദിവസമായി, ദിവസങ്ങൾ പലതും കഴിഞ്ഞു. സംഖ്യ കിട്ടാതെയായപ്പോൾ അദ്ദേഹം പോയി സംഖ്യ ചോദിച്ചു. അപ്പോൾ അബൂജഹൽ വീണ്ടും ഒരു അവധി പറഞ്ഞു. ആ അവധി എത്തിയപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ സംഖ്യക്ക് വേണ്ടി പോയി. അപ്പോഴും അദ്ദേഹം അവധി പറഞ്ഞു. ഇങ്ങനെ തരാം തരാം എന്ന് പറഞ്ഞ് നീട്ടുകയാണ്. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ കൊടുക്കാനുള്ള സംഖ്യ ചോദിക്കുമ്പോ ഇങ്ങനെ അവധി നീട്ടി 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 ഇങ്ങനെ പറയും. ചിലരതിനേക്കാളപ്പുറമുള്ള ചിലരുണ്ട്, കടം വാങ്ങാൻ വേണ്ടി വളരെ വിനയത്തോടെ വന്ന് വാങ്ങും. കടം വാങ്ങിപ്പോയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് തരാതിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അല്ല, വളരെ വിനയത്തോടുകൂടി നമ്മളൊരു പൈസ കിട്ടിയ വലിയ ഉപകാരം ഉണ്ടായി, അവിടെ ഞാനെന്താ പോകുന്നുണ്ടോ? മറ്റവന്റെ മറുപടി, നീ പോകുന്നുണ്ടെന്നും പോകുന്നില്ല, എനിക്ക് വിസ വന്നൊന്നും ഇയാൾ പറഞ്ഞില്ലല്ലോ, ഇയാൾ കിട്ടാനുള്ള സംഖ്യ കിട്ടണമെന്നല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവന്റെ ചോദ്യം ഞാനെന്താ പോകുന്നുണ്ടോ എന്ന് മാത്രമല്ല, അത് ചോദിച്ച വകയിൽ പിന്നെ കടം കൊടുത്തവനോട് മിണ്ടാത്തവൻ, കടം കൊടുത്തവൻ ടെലിഫോൺ വിളിച്ചാൽ എടുക്കാത്തവൻ, കടം കൊടുത്തവന് കുറ്റം പറയുന്നവൻ, സുബ്ഹാനല്ലാഹ്, അവൻ ഇൻകറൂടെ. ചിലരുടെ ചോദ്യം, അവൻ ഇൻകറൂടെ, അവൻ എന്റെ വീട്ടിൽ നിന്ന് വളർന്നല്ലേ, എന്റെ കുടുംബക്കാരനെ അവന് വിസ കൊടുത്ത്, ഇൻകറൂടെ അവനെ. ഇങ്ങനൊക്കെ പറയുന്ന ചില ധിക്കാരികളും അഹങ്കാരികളും ഒരിക്കലും തന്നെ അത്തരത്തിൽ ക്രൂരമായ മനസ്സ്
ഒരിക്കലും മനുഷ്യനുണ്ടാകാൻ പാടില്ല. നമുക്കൊരാൾ കടം തന്ന് സഹായിച്ചാൽ ആ സഹായിച്ചവനോട് നന്ദിയുള്ളവനാണ് പടച്ചറബിനോട് നന്ദിയുള്ളവൻ. മനുഷ്യന് നന്ദിയില്ലാത്തവൻ അല്ലാഹുവിനോട് നന്ദി ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, കടം തന്നവനോട് നന്ദി വേണം, സ്നേഹം വേണം, ആദരവ് വേണം. അവൻ മറ്റൊരു മതത്തിൽ പെട്ടവനാണെങ്കിൽ പോലും, അതേ മറ്റൊരു സംഘടനയിൽ പെട്ടവനാണെങ്കിൽ പോലും, അവൻ കടം തന്ന് സഹായിച്ചവനെന്ന നിലക്ക് അവനോട് നമ്മുടെ മനസ്സിൽ മതിപ്പ് വേണം. കടം കൊടുക്കുക എന്നത് വലിയൊരു പുണ്യമാണ്. 1000 രൂപ കടം കൊടുത്താൽ 500 രൂപ സദഖയുടെ പ്രതിഫലമാണ്. കടം വാങ്ങിയവൻ കടം വീട്ടാതെ മരിച്ചുപോയാൽ വലിയ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആദ്യകാലങ്ങളിൽ കടം വാങ്ങിയിട്ട് അതേ കടം വീട്ടാതെ മരിച്ചുപോയ മനുഷ്യന്റെ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിന്നിട്ടുണ്ട്. ആര് മരിച്ചാലും മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതവും അങ്ങനെ തന്നെയല്ലേ? ബഹുമാനമുള്ളവരുണ്ടാകുമ്പോ അവരെ ഇമാമത്ത് നിർത്തുന്നതല്ലേ അതബ്? ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വീട്ടാതെ മരിച്ചുപോയവന്റെ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിന്ന അനുഭവങ്ങൾ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷേ പിൽക്കാലത്ത് പടച്ച റബ്ബ് വലിയ ഐശ്വര്യം നൽകിയപ്പോൾ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം വളരെ വിഷമത്തിലും ഞെരുക്കത്തിലുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പിന്നീട് ഐശ്വര്യം നൽകിയിട്ടുണ്ട്. ആ ഐശ്വര്യം കിട്ടിയപ്പോൾ അവിടുത്തെ ഉമ്മത്തുകളിൽ നിന്ന് കടം വീട്ടാതെ മരിച്ചുപോയവന്റെ മയ്യിത്ത് മുന്നിൽ വെച്ച് അവിടുന്ന് കടം ഏറ്റെടുത്ത് വീട്ടിയിട്ടുണ്ട്. അതവിടുത്തെ കാരുണ്യമാണ്. എന്നിട്ട് അവിടുന്ന് ഇമാമത്ത് നിസ്കരിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ് കടം. പക്ഷേ ഈമാനില്ലാത്തവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകൂല. അബൂജഹലിന് ഈമാൻ തൊട്ട് തെറിപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനതാ കടം വാങ്ങിയവനോട് പറഞ്ഞ് സുയിപ്പാക്കുകയാണ്, പരിഹസിക്കുകയാണ്, കൊടുക്കുന്നില്ല. ആ പാവപ്പെട്ട മനുഷ്യൻ പലരോടും പോയി പറഞ്ഞു, എനിക്ക് അബൂജഹൽ ഒരു സംഖ്യ തരാനുണ്ട്, കിട്ടുന്നില്ല, നിങ്ങൾ വാങ്ങിത്തരണം. ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കണം. പക്ഷേ ഓരോറ്റ മനുഷ്യനും അബൂജഹലിന്റെ കേസ് ഏറ്റെടുക്കുന്നു. ഒരാളും ഞാൻ പറഞ്ഞു വാങ്ങിത്തരാമെന്ന് പറയുകയോ അബൂജഹലിനോട് നീ എന്തേ കൊടുക്കാത്തതെന്ന് ചോദിക്കുകയോ ചെയ്യുന്നില്ല. അവസാനം അബൂജഹൽ ഏറ്റവും ശത്രുത വെക്കുന്ന, മനുഷ്യ മനസ്സുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, മൃഗീയതയുടെ ചിന്തയുള്ളതുകൊണ്ടാണ് അബൂജഹൽ വെറുത്തത്. മാനവികതയുള്ളവരാണ് സ്നേഹിച്ചത്. അതേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് എന്ന് വിഷയം മുഴുവനും വിവരിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ മറുപടി തആൽ മഈ, എന്റെ കൂടെ വരൂ മോനെ. നിരാശനാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാവപ്പെട്ട മനുഷ്യരെയും കൂട്ടി അബൂജഹലിന്റെ വീട്ടിലേക്ക് കയ്യും പിടിച്ച് കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹി അബാ ജഹൽ, ആ വീട്ടിന്റെ സമീപത്ത് എന്ന് അബൂജഹലിനെ വിളിക്കുകയാണ്. അബൂജഹലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യപൂർവ്വം വിളിക്കുകയാണ്. അപ്പോൾ അബൂജഹൽ ഇറങ്ങി വന്നു നോക്കുമ്പോ ഏറ്റവും വലിയ വിരോധിയായ അതാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാനുള്ള സംഖ്യ കിട്ടാത്തത് കൊണ്ട് മനസ്സ് വേദനിക്കുന്ന പ്രതിയായ അന്യായക്കാരന്റെ കയ്യും പിടിച്ചു വന്നിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ അബൂജഹലിനോട് മാനവികത പ്രസംഗിക്കുന്നു. ഇന്ന ഹാദർ റജുല ഖദ് ബാഅ ലക ജമലൻ വമാതൽതഹു ഫിസ്സമനി വമത്ലൽ ഗനിയ്യ ദുൽമുൻ ഫഅദ്ദി ഇലൈഹി ഹഖ്ഖഹുൽ ആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിനോട് മാനവികത പ്രസംഗിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഈ മനുഷ്യൻ നിനക്കൊരൊട്ടകം വിറ്റിട്ടുണ്ട്, അതേ നീ അദ്ദേഹത്തിന് അതിന്റെ വില കൊടുക്കാതെ സംഖ്യ കൊടുക്കാതെ നീ സ്വീപ്പാക്കി ഇങ്ങനെ നീക്കി കൊണ്ടുപോയി ഇവന്റെ അവകാശം കൊടുക്കാതെ നീ ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ട് നിന്നോട് ഞാൻ പറയട്ടെ അബൂജഹലേ, അതേ ഐശ്വര്യമുള്ള മനുഷ്യൻ സ്വീപ്പാക്കുന്നത് അക്രമമാണ്. ഒരാളെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ അതില്ലാഞ്ഞിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി അതിനെ അക്രമത്തിന്റെ കൂട്ടത്തിൽ പെടുത്തിക്കൂടാ. നേരെ മറിച്ച് നിന്റെ കയ്യിൽ ഉണ്ടായിട്ടാണ് നീ കൊടുക്കാത്തത്. അതേ കയ്യിൽ കാശുള്ള ഐശ്വര്യമുള്ള മനുഷ്യൻ അതേ കൊടുക്കാനുള്ളവന് കൊടുക്കാതെ സ്വീപ്പാക്കുന്ന ഏർപ്പാട് അത് അക്രമമാണ് അബൂജഹലേ. ഞാൻ ഈ ലോകത്ത് നീതി പഠിപ്പിക്കാൻ വേണ്ടി വന്ന നേതാവാണ് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് അക്രമത്തിനെതിരെ പോരാടാൻ വേണ്ടി വന്ന നേതാവാണ്, അസത്യത്തിനെതിരെ പോരാടാൻ വേണ്ടി വന്ന നേതാവാണ്, ഞാൻ സർവ്വാനീതിക്കെതിരെയും ശബ്ദിക്കാൻ വേണ്ടി വന്ന നേതാവാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് പറയുകയാണ്, ഒരു നിമിഷം വൈകാൻ പാടില്ല, ഇപ്പോൾ കൊടുത്തോളണം. ഈ പാവപ്പെട്ടവന് കൊടുക്കാനുള്ള അവകാശം ഒരു നിമിഷം വൈകാൻ പാടില്ല, ഇപ്പോൾ കൊടുത്തോളണം. ഓ സുഹൃത്തുക്കളെ, ആരാണിത് പറയുന്നത്? അറിയാമല്ലോ. ഫകൈഫ തദ്ഉ ഇലാ ദുനിയാ വററതു മൻ ലൗലാഹു ലം തുഖറജി ദുനിയാ മിനൽ ആദമി. ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ الخلق كلهم. എന്ത് അബൂജഹൽ, എന്ത് ഉത്ബത്ത്, എന്ത് ഫിറഔൻ, എന്ത് നമ്രൂദ്, എന്ത് ഖാറൂന്, ഇവിടെ മനുഷ്യവർഗം തന്നെ, ജിന്ന് വർഗം തന്നെ, ഇവിടെ മലക്ക് വർഗം തന്നെ, ഇവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഗോളങ്ങളും ഭൂമിയും അതേ ആകാശവും കരയും കടലും സസ്യങ്ങളും മത്സ്യങ്ങളും മൃഗങ്ങളും വന്യമൃഗങ്ങളും ജന്തുക്കളും ഇഴജന്തുക്കളും അതേ ലോകത്ത് എന്തെല്ലാം സൃഷ്ടികൾ ലോകത്തുണ്ടോ അത് മുഴുവനും പടക്കപ്പെടാൻ നിമിത്തമായ നേതാവല്ലേ, റഹ്മത്തുല്ലിൽ ആലമീൻ, സർവലോകത്തിനും അനുഗ്രഹമല്ലേ. അബൂജഹലിന് വെള്ളം കിട്ടിയതും ആ നബിതങ്ങളുള്ളത് കൊണ്ടല്ലേ, അബൂജഹലിന് ഓക്സിജൻ കിട്ടിയതും ആ നബിതങ്ങളുള്ളത് കൊണ്ടല്ലേ, അബൂജഹലിന്റെ ആരോഗ്യവും ആ നബിതങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ. അവനതാ എന്ത് കിട്ടിയെങ്കിലും അതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ നിമിത്തമല്ലേ. ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ.
മലക്കുകൾക്കോ ജിന്നുകൾക്കോ മനുഷ്യർക്കോ ഏത് സൃഷ്ടികൾക്ക് ഏത് ഗുണങ്ങൾ എപ്പോൾ കിട്ടുന്നുണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ? അത് തന്നെയല്ലേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലമീൻ എന്ന വാചകത്തിൽ അബൂജഹലും പെടും, ആലമീൻ എന്ന വാചകത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യനും പെടും, ആലമീൻ എന്ന വാചകത്തിൽ പെടാത്ത ഒരു സൃഷ്ടിയുമില്ല. എല്ലാവർക്കും അനുഗ്രഹം നബിതങ്ങൾ മുഖേനയല്ലേ? ആ നബി നിങ്ങളുടെ ധൈര്യമായ വാക്കാണ് അബൂജഹിലേ, ഒരു നിമിഷം വൈകാൻ പറ്റൂല, ഇദ്ദേഹത്തിന്റെ അവകാശം കൊടുത്തോളണം. ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ ഖലീഫയാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ ആക്കട്ടെയോ എന്നല്ലേ പടച്ച റബ്ബ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുമ്പോൾ ചോദിച്ചത്. ആ പ്രാതിനിധ്യം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഹിച്ചത് അവിടുത്തെ നൂറ്, അവിടുത്തെ നൂറ് ആദം നബിയുടെ മുതുകിലുള്ളത് കൊണ്ടല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ടല്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിന്റെ എല്ലാ ഗതിയും അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടപ്പോൾ തീ അണഞ്ഞതും അതിനൊക്കെയും നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ആ റസൂലുള്ളാഹിന്റെ ഉത്തരവാണ് കൊടുത്തോളണം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അവകാശം. ഫമാ കാന മിൻ നബി ജഹ്ലിൻ ഇല്ലാ അൻ അസ്റഅ വദഫഅ الثمن വലം യന്തിഖ്. അതേ അബൂജഹൽ അതങ്ങ് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സധൈര്യമുള്ള ഉത്തരവ് കേട്ടപ്പോ അബൂജഹൽ പിന്നെ ഒരു നിമിഷം അവിടെ നിന്നിട്ടില്ല, ഓടി അകത്തേക്ക് കയറി പോവുകയാണ്. കൊടുക്കാനുള്ള സംഖ്യ മുഴുവനും കൊണ്ടുവന്ന് പാവപ്പെട്ടവന്റെ കയ്യിലെങ്ങി കൊടുക്കുകയാണ്. അബൂജഹൽ വിറക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത വിശാലമായ സ്വഭാവമുള്ള നേതാവാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാവരും പഠിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വരുമ്പോ സിന്ദാബാദ് വിളിച്ചോ? ഇല്ല. വിജയിച്ചു വിജയിച്ചു എന്ന് പറഞ്ഞു? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനെ പ്രകോപിപ്പിക്കുന്ന ഏതെങ്കിലും വാക്ക് പറഞ്ഞോ? ഇല്ല. കാര്യം നേടിയില്ലേ? നേടി. നേടിക്കഴിഞ്ഞപ്പോൾ ശാന്തമായി ഒരൊറ്റ അക്ഷരം അവിടുന്ന് അതിന്റെ പേരിൽ ആഹ്ലാദ പ്രകടനം നടത്താതെ, ഒരൊറ്റ അക്ഷരം അബൂജഹലിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയാതെ ആ സംഖ്യ പാവപ്പെട്ടവന്റെ കയ്യിലങ്ങ് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ പാവപ്പെട്ട മനുഷ്യരും അബൂജഹലിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചുപോയി. ലോകത്ത് ഏകദേശ കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് പ്രകോപനമുണ്ടാക്കുന്ന വാക്കുകളും പ്രകോപനമുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങളും പ്രകോപനമുണ്ടാക്കുന്ന സ്വഭാവങ്ങളും നേതാക്കളും അനുയായികളും പിന്തുടരുമ്പോഴല്ലേ സഹോദരന്മാരെ? ആ നേതാവ് പ്രകോപനമുണ്ടാക്കുന്ന നേതാവല്ല, എതിരാളിക്ക് പോലും കാരുണ്യം ചെയ്യുന്ന നേതാവാണ്. എതിരാളിയും വിജയിച്ചു കിട്ടണം, നന്നാകണമെന്ന് ചിന്തിക്കുന്ന നേതാവാണ്. അതുകൊണ്ടാണ് കല്ലെടുത്തെറിഞ്ഞവരെ നശിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഈ പർവ്വതം കൊണ്ട് ഞാനങ്ങ് നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ട വേണ്ട, അതിലൊരു മനുഷ്യനെങ്കിലും പിന്നീട് നന്നായാലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കള് നന്നായാലോ, നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകരില്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അബൂജഹലി എപ്പോഴും വീമ്പളക്കുമല്ലോ. മുഹമ്മദിനെ എനിക്ക് കിട്ടിയാൽ ഞാൻ അങ്ങനെ ശരിപ്പെടുത്തും ഇങ്ങനെ ശരിപ്പെടുത്തും എന്ന് വീമ്പളക്കുമല്ലോ. അബൂജഹലിന്റെ അനുയായികൾ
അബൂജഹലിന്റെ സമീപത്ത് എന്നിട്ട് ചോദിച്ചു, അബൂജഹലേ കൈഫ ഖറസ ലിസാനുക വതാവഅത മുഹമ്മദ, എന്തേ അബൂജഹലേ നീ ഊമയായി പോയത്, പൊട്ടനായി പോയത്? നിന്റെ മുമ്പിൽ നിന്റെ വീട്ടിൽ എത്ര സൗകര്യമായിരുന്നു. നിന്റെ വീട്ടിൽ വന്നപ്പോ നീ എന്തെങ്കിലും ചെയ്താൽ എന്റെ വീട്ടിൽ വന്ന് ആക്രമിച്ചിട്ടാണ് എന്ന് പറഞ്ഞുകൂടി ആൾക്കാരോട്? പുരക്ക് വന്ന സമയത്ത് എന്തും ചെയ്താൽ രക്ഷപ്പെടാൻ വഴിയില്ലേ? നാല് ആരോഗ്യമില്ലേ നിനക്ക്? എന്നിട്ട് നീ ഒരൊറ്റ അക്ഷരം, നീ ചെയ്യല് പോകട്ടെ, ഒരൊറ്റ അക്ഷരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാതെ നിന്റെ നാവെന്തേ പൊട്ടനായി പോയത്? നീ എന്തേ മുഹമ്മദ് പറയുമ്പോ പേടിച്ച് വെറച്ച് അകത്ത് പോയിട്ട് സംഖ്യ മുഴുവൻ എടുത്തു കൊണ്ട കൊടുത്തത്? ആ സമയത്ത് അബൂജഹലിന്റെ മറുപടി, ഹീന നാദാനി മുഹമ്മദുൻ അഹ്സസ്തു ബിഅന്നൽ ബൈത കാന യതസൽസലു ബി, എന്റെ വീട്ടുമുറ്റത്ത് വന്ന് അബൂജഹലേ എന്ന് മുഹമ്മദ് എന്നെ അങ്ങ് വിളിച്ചപ്പോൾ എന്റെ വീടൊട്ടാകെ കുലുങ്ങുന്നതാണ് എന്റെ അനുഭവം. എന്റെ വീടടക്കം ഭൂമി കുലുങ്ങുന്നതാണ് എന്റെ അനുഭവം. വലൗലം അദ്ഫഉ ലഹു സമൻ ലഖുസിഫ ബിദാരി, ഞാനപ്പോൾ ആ തുക എങ്ങെടുത്തു കൊടുത്തില്ലെങ്കിൽ ഞാനും എന്റെ വീടും അങ്ങനെ തന്നെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകുമെന്ന് എനിക്ക് ഉറച്ചുപോയി അനുയായികളെ. അതിനാൽ ഞാൻ ഒരൊറ്റ വാക്ക് സംസാരിക്കാതെ കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്തു. നിങ്ങൾ എന്നെ പഴിക്കല്ല, എന്റെ പ്രശ്നം എനിക്കേ അറിയൂ. അബൂജഹൽ അവന്റെ അനുയായികളോട് മറുപടി പറയുന്നു, ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ സൈദത്ത് ബിസിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദീ. അവിടുത്തെ മുഅ്ജിസത്തുകളുണ്ടോ പറഞ്ഞാൽ തീരുന്നു. ഏത് അതേ അസൂയക്കാരും ഏത് എതിരാളികളും തലകുലുക്കി സമ്മതിക്കുന്ന മുഅ്ജിസത്തുകളല്ലേ അവിടുത്തെ ജീവിതത്തിൽ പ്രകടമായത്. പക്ഷേ സുഹൃത്തുക്കളെ, ഈമാനിന്റെ വെളിച്ചമെന്ന് പറയുന്നത് അതൊരു വലിയ വിഷയമാണ് കേട്ടോ. ഇത്ര വലിയ മുഅ്ജിസത്തൊക്കെ കാണുകയും അബൂജഹലിന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആ അബൂജഹലിന് ഈമാൻ കിട്ടിയില്ല, വെളിച്ചം കിട്ടിയില്ല. ചിലര് പറയും തെളിവ് കിട്ടിയാൽ ഞാനും സുന്നിയാകും, തെളിവ് കിട്ടിയാൽ ഞാനും മുസ്ലിമാകും, തെളിവ് കിട്ടിയാൽ ഞാനും മുഅ്മിനാകും, തെളിവ് കിട്ടിയാൽ ഞാനും നിങ്ങളെ കൂടെ വരും എന്നൊക്കെ പറയുന്ന ചിലരില്ലേ. അത് അബൂജഹലും പലപ്പോഴും പറഞ്ഞിരുന്നു, തെളിവ് അവൻ കണ്ടിരുന്നു. പക്ഷേ യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ, ഈമാനിന്റെയും തഖ്വയുടെയും ഇൽമിന്റെയും വെളിച്ചം, ആ വെളിച്ചം പടച്ച റബ്ബ് ഉദ്ദേശിച്ചവർക്കേ കൊടുക്കൂ. ബോധ്യപ്പെട്ടാലും അവരാ വിശ്വസിക്കാൻ അതാ ചിലര് തയ്യാറല്ല. അതല്ലേ യഹൂദി പണ്ഡിതന്മാരെ സംബന്ധിച്ചും ക്രിസ്തീയ പുരോഹിതന്മാരെ സംബന്ധിച്ചും ഖുർആൻ പറഞ്ഞില്ലേ, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരെ സ്വന്തം ആൺമക്കളെ അറിയും പോലെ, സുബ്ഹാനല്ലാഹ്, സ്വന്തം ആൺകുട്ടികളെ അറിയുന്നത് പോലെ അവർക്ക് നന്നായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നറിയാം, അവസാനത്തെ റസൂലാണെന്നറിയാം, തൗറാത്തിൽ പറഞ്ഞ നബിയാണെന്നറിയാം, ഇഞ്ചീലിൽ പറഞ്ഞ നബിയാണെന്നറിയാം, സബൂർ പരിചയപ്പെടുത്തിയ നബിയാണെന്നറിയാം, കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും മുന്നറിയിപ്പ് നൽകിയ റസൂലാണെന്നറിയാം. അറിയാഞ്ഞിട്ടല്ല നബിയേ, പിന്നെയോ ബഗയം ബൈനഹും, അവരസൂയ കൊണ്ട്, അവരെ വൈരാഗ്യം കൊണ്ട് അവർക്കതാ ഈ സത്യത്തെ അംഗീകരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നില്ല.
തെളിവില്ലാഞ്ഞിട്ടല്ല. അതേ സമയത്ത് അല്ലാഹു ജല്ല ജലാലുഹു ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കൊടുക്കാൻ ഉദ്ദേശിച്ചവരാണെങ്കിൽ സുഹൃത്തുക്കളെ, ഏത് ശത്രുതയോടെ വന്നവനും തിരിച്ചു പോകുമ്പോൾ ഈമാനിന്റെ വെളിച്ചവും കൊണ്ട് തിരിച്ചു പോയതല്ലേ അവിടുത്തെ അനുഭവം. ഞാൻ മറ്റൊരു സംഭവം പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടുത്ത വെറുപ്പുള്ള ഒരു ഖുറൈശ് എന്ന് പറയുന്നത് ഉന്നത തറവാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് ഖുറൈശി തറവാട്ടിലാണ്. ആ തറവാട്ടിന്റെ ബഹുമാനം വേറെ ലോകത്ത് ഒരു തറവാടിനും ഇല്ല. ഇരിക്കട്ടെ, കാരണം വലിയ വലിയ മഹാന്മാർ ആ തറവാട്ടിൽ ജനിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. നമുക്കറിയാം, മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറത്തി ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ. ഉന്നതന്മാരായ മഹാന്മാരായ പിതാക്കൾ മുഖേന മഹത്വമതികളായ മഹത്വമുള്ളവരായ വളരെ സംശുദ്ധരായ ഉമ്മമാരുടെ ഗർഭാശയത്തിലൂടെ ഉന്നതരായ മഹാന്മാരുടെ മുതുകിലൂടെ നീങ്ങി നീങ്ങി വന്നതല്ലേ തനഖൽത ഫി അസ്ലാബി അർബാമി സൂദദി എന്ന് നമ്മൾ ശറഫൽ അനാമിൽ ചൊല്ലാറില്ലേ? മഹാന്മാരുടെ മുതുകിലൂടെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. ആ ഖുറൈശി തറവാട്ടിൽ തന്നെ ധിക്കാരികൾ ജനിച്ചിട്ടുണ്ട്, അഹങ്കാരികൾ ജനിച്ചിട്ടുണ്ട്, വൈരാഗ്യക്കാര് ജനിച്ചിട്ടുണ്ട്, അസൂയക്കാര് ജനിച്ചിട്ടുണ്ട്, ശത്രുക്കൾ ജനിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരുവനാണ് അബൂജഹല്, അതിൽപ്പെട്ട ഒരുവനാണ് അബൂലഹബ്. പരിശുദ്ധ ഖുർആനിൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ പേരെടുത്ത് അവൻ നശിക്കട്ടെ, അവൻ നശിച്ചു കഴിഞ്ഞുവെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനാണ്, അടുത്ത ബന്ധുവാണ്. പക്ഷേ ഈമാനിന്റെ വെളിച്ചം കിട്ടിയില്ല. നബി തങ്ങളെ ചീത്ത പറഞ്ഞു. തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിക്കട്ടെ എന്ന് പറഞ്ഞു കളഞ്ഞു. ഹബീബായ നബിയെ ചീത്ത പറഞ്ഞത് അല്ല സഹിച്ചില്ല, അല്ല പൊറുത്തില്ല. അതേ അല്ല അതിന് സ്വന്തം തന്നെ മറുപടി പറഞ്ഞു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചു കഴിഞ്ഞു. സയസ്ലാ നാറൻ ദാത ലഹബ്, ആളിക്കത്തുന്ന തീയിൽ അവൻ കടക്കേണ്ടി വരും. അതേ സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. അതേ അതാ ജനങ്ങൾ വിഷമിക്കാൻ വേണ്ടി വിറകിന്റെ കൊള്ളികൾ കൊണ്ടുവന്ന് റോട്ടിലിട്ടിട്ട് നല്ല മനുഷ്യന്മാര് നടന്നു പോകുന്ന സ്ഥലത്ത് ദ്രോഹം ചെയ്യുന്ന, അതേ വളരെ മോശമായ ഏർപ്പാട് ചെയ്യുന്ന അവന്റെ ഭാര്യയുണ്ട്. നബിതങ്ങളെയും നബിതങ്ങളുടെ അനുയായികളെയും ശല്യപ്പെടുത്തുന്ന ഭാര്യ, അവളും നരകത്തിൽ കടക്കും. സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അബൂലഹബിനെ കുറ്റപ്പെടുത്തി സൂറത്തിറക്കിയില്ലേ? കാരണം പടച്ച റബ്ബിന്റെ ഹബീബിനെ കുറ്റം പറഞ്ഞതുകൊണ്ടാണ്. അവനും ഖുറൈശി തറവാട്ടുകാരൻ തന്നെ, പക്ഷെ അവന്റെ തറവാട് മഹത്വമുള്ളതായതുകൊണ്ട് അവനൊരു മഹത്വവുമില്ല. ഈമാനില്ലെങ്കിൽ മഹത്വമില്ല, തഖ്വയില്ലെങ്കിൽ മഹത്വമില്ല, എന്തുണ്ടായിട്ടും മഹത്വമില്ല, പാണ്ഡിത്യമുണ്ടായിട്ട് മഹത്വമില്ല. വലിയ പണ്ഡിതനല്ലേ ഇബ്ലീസ്, പക്ഷേ മഹത്വമില്ല. കാരണം അല്ലാഹ് ബഹുമാനിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാതെ ആദം നബിയെ അവൻ നിന്ദിച്ചു പോയി. ഇവൻ കളിമണ്ണ് കൊണ്ട് പടച്ചതല്ലേ ഇവനെ എന്ന് ആദം നബിയെ നിന്ദിച്ച് സംസാരിച്ചപ്പോ സുഹൃത്തുക്കളെ, അതിന്റെ പേരിൽ അതാ ഇബ്ലീസ് പിഴച്ചുപോയി. ആരെയും നിന്ദിക്കാൻ പാടില്ല, ആരെയും പരിഹസിക്കാൻ പാടില്ല, ആരെയും അതാ നിന്ദിച്ച് കുറവാക്കി സംസാരിക്കാൻ പാടില്ല. അത് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരാശയമാണ്.
അങ്ങനെ പരിഹസിക്കുന്നവർ അവരെത്ര വലിയ പണക്കാരാണെങ്കിലും, എത്ര വലിയ അധികാരമുള്ളവരാണെങ്കിലും, എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും, എത്ര അംഗീകാരമുള്ളവരാണെങ്കിലും, പരിഹസിക്കുന്നവനും കളിയാക്കുന്നവനും സുയിപ്പാക്കുന്നവനും കുറ്റം പറയുന്നവനും കിടക്കാനുള്ളത് നരകമാണ്, അവന് കിട്ടാനുള്ളത് നാശമാണ്. അത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസത്തിനില്ലദീ ജമഅ മാലൻ വഅദ്ദദാ യഹ്സബു അന്ന മാലഹു അഖ്ലദാ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ വമാ അദ്റാക മൽ ഹുതമാ നാറുല്ലാഹിൽ മുഖദത്തുല്ലതീ തത്വലിഉ അലൽ അഫ്ഇദാ ഇന്നഹാ അലൈഹിം മുസദാ ഫീ അമദിൻ മുമദ്ദദാ. അല്ലാഹ് പറഞ്ഞില്ലേ, കുറ്റം കെടുത്തി പറയുന്നവൻ, ചീത്ത പറയുന്നവൻ, തെറി പറയുന്നവൻ, നിന്ദിച്ച് സംസാരിക്കുന്നവൻ, അങ്ങനെ നിന്ദിച്ച് സംസാരിക്കുന്നവർക്കാണ് സർവനാശവും, അവർക്കാണ് നരകത്തിലുള്ള വളരെ നാശം പിടിച്ച താഴ്വരാം. അത് നിന്ദിച്ച് സംസാരിക്കുന്നവർക്കാണ്, ചീത്ത പറയുന്നവർക്കാണ്, കുറ്റം പറയുന്നവർക്കാണ്. അവരെന്തേ കുറ്റം പറയാൻ, അവരെന്തേ നിന്ദിക്കാൻ? അവരെ ധൈര്യം അവരെ കയ്യിലുള്ള പണമാണോ, അധികാരമാണോ? അല്ലാഹ് പറയുകയാണ്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസത്തിനില്ലദീ ജമഅ മാലൻ വഅദ്ദദാ. അവൻ പണം സംഘടിപ്പിച്ച് കയ്യിലാക്കിയിട്ട് എണ്ണി നോക്കിയിട്ട് പണത്തിന്റെ പവറും വെച്ചവൻ മറ്റുള്ളവനെ കുറ്റം പറയുന്നു, പരിഹസിക്കുന്നു. അവനാണ് സർവനാശവും. യഹ്സബു അന്ന മാലഹു അഖ്ലദാ. അവന്റെ സമ്പത്ത് കാലകാലം ഇവിടെ ജീവിക്കാൻ അവൻ അവസരമൊരുക്കുമെന്നവൻ ധരിച്ചു പോയോ? ഇല്ല ഇല്ല. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ. അവരെ ഹുതമത്തിൽ എറിയപ്പെടും നബിയേ. വമാ അദ്റാക മൽ ഹുതമാ. എന്താണ് ഹുതമത്ത് എന്നറിയാമോ? അതിന്റെ ഗൗരവം ഒന്നാവർത്തിച്ച് ചോദിച്ച് പഠിപ്പിക്കുകയാണ് അല്ലാഹ്. പടച്ച റബ്ബേ, ആ ഹുതമത്തിൽ, നിന്റെ നരകത്തിൽ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ഉമ്മത്തുകളായ ഞങ്ങളെ നീ വലിച്ചെറിയരുത് അല്ലാഹ്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ വമാ അദ്റാക മൽ ഹുതമാ നാറുല്ലാഹിൽ മുഖദത്തുല്ലതീ തത്വലിഉ അലൽ അഫ്ഇദാ. പരിഹസിക്കണം, ചീത്ത പറയണം, തെറി പറയണം, സുയിപ്പാക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന മനസ്സില്ലേ, ആ മനസ്സുകളടക്കം ആളിക്കത്തുന്ന തീയാണത്. ഹൃദയമടക്കം പൊള്ളിപ്പോകുന്ന തീയാണത്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ വമാ അദ്റാക മൽ ഹുതമാ നാറുല്ലാഹിൽ മുഖദത്തുല്ലതീ തത്വലിഉ അലൽ അഫ്ഇദാ ഇന്നഹാ അലൈഹിം മുസദാ ഫീ അമദിൻ മുമദ്ദദാ. നീ പരിഹസിച്ച് തുള്ളിച്ചിരിച്ചില്ലേ, കൈമുട്ടിയില്ലേ, നീ പരിഹസിച്ച് തുള്ളിച്ചാടിയില്ലേ, ചീത്ത പറഞ്ഞു നടന്നില്ലേ, തിരിയാൻ കഴിയൂല, മറിയാൻ കഴിയൂല, കൈ ഉയർത്താൻ കഴിയൂല, കാലുയർത്താൻ കഴിയൂല. വലിയ PVC പൈപ്പ് പോലെ വലിയ പൈപ്പ്, ഇരുമ്പിന്റെ പൈപ്പില് നിന്നെ ഇട്ടതിനു ശേഷം നിനക്ക് ഒന്നും അനക്കാൻ കഴിയാതെ പരിഹസിച്ച് നടക്കുന്ന ആളുകളെ വലിയ പൈപ്പിലിട്ടിട്ട് അതേ നിലക്ക് നരകത്തിലിട്ട് തിരിയാനും മറിയാനും അനുവദിക്കൂല നബിയേ എന്ന് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ നിന്ദിക്കുന്നതിൽ നിന്ന്, പരിഹസിക്കുന്നതിൽ നിന്ന്, കുറ്റം പറയുന്നതിൽ നിന്ന്, കൊച്ചാക്കുന്നതിൽ നിന്ന്, അവമതിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ സംസ്കരിച്ച നേതാവല്ലേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. പരിഹസിക്കുന്നവനെ തിരിച്ച് പരിഹസിക്കാൻ അവിടുന്ന് നിന്നിട്ടില്ല. തെറി പറയുന്നവനെ പകരം തെറി പറഞ്ഞിട്ടില്ല. കല്ലെറിഞ്ഞവനെ പകരം കല്ലെറിഞ്ഞിട്ടില്ല. ആക്രമിച്ചവനെ പകരം ആക്രമിച്ചിട്ടില്ല. അവിടുന്ന്
സ്വഹാബത്ത് അതേ മാതൃക പിന്തുടർന്ന് ജീവിക്കാൻ ഭാഗ്യമുള്ളവരാരോ അവരാ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. അവരെ പിന്തുടരുന്നവരാണ് സ്വർഗത്തിലെത്തുന്ന മുഅ്മിനീങ്ങൾ. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്തണമെന്ന ചിന്തയിൽ ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ഖുറൈശികളിലെ വലിയ ശൈത്താനായി അറിയപ്പെടുന്ന വളരെ നാശം പിടിച്ച മനുഷ്യനാണ്. അവനതാ എപ്പോഴും ശല്യം ചെയ്യലാണ് നബിതങ്ങൾക്കും സഹാബത്തിനും. അങ്ങനെ വളരെ പ്രയാസം, ഇവന്റെ ശല്യം സഹിക്കാൻ പ്രയാസം സംഭവിച്ചപ്പോൾ ഒരു ദിവസം ഹജർ അതാ കഅബ ശരീഫിന്റെ സമീപത്ത് അവരൊരു സമ്മേളനം ചേരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധികളായ ശത്രുക്കളായ ഖുറൈശികൾ സമ്മേളനം ചേരുന്നത് എവിടെയാണ്? ഫീ ഹിജ്റിൽ കഅബത്തിൽ മുശറഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പ നിർമ്മിച്ച കഅബ ശരീഫിൽ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നൊരു സ്ഥലമില്ലേ? പ്രത്യേകം ഇജാബത്തുള്ള സ്ഥലമാണ്. കഅബ പോയി കണ്ടവർക്കറിയാം. മേലെ പൊന്നിന്റെ പാത്തിയാണ്, അതിന്റെ ചുവടെ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു പൂമുഖം പോലെയുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലം വലിയ ബഹുമാനമുള്ള സ്ഥലമാണ്. അവിടെ കയറി നിസ്കരിക്കുന്നതിന് പുണ്യമുണ്ട്. അത് കഅബത്തിന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് അതാ തവാഫ് ചെയ്യുന്ന മനുഷ്യൻ അതിലൂടെ തവാഫ് ചെയ്ത തവാഫ് സഹീഹാകൂല. കാരണം അത് കഅബത്തിന്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. അതിന്റെ ചുമര് പൊക്കിയിട്ടില്ലെന്നേ ഉള്ളൂ, ഒരര ചുമരേ അതിനുള്ളൂ. അവിടെയാണ് യോഗം ചേർന്നത് ഖുറൈശികൾ. കഅബ ഞങ്ങളെ കയ്യിലല്ലേ, കഅബത്തിന്റെ അധികാരം ഞങ്ങൾക്കല്ലേ, നിങ്ങളെ ഇങ്ങോട്ട് അടുക്കാൻ അനുവദിക്കൂല എന്ന നിലയ്ക്ക് ഈമാനും തഖ്വയുമുള്ള മുഅ്മിനീങ്ങളെ, കഅബയുടെ യഥാർത്ഥ അവകാശികളെ മാറ്റി നിർത്തിയിട്ട് കഅബ ശരീഫിന്റെ അവകാശവും പറഞ്ഞ് കഅബ ശരീഫ് നിർമ്മിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നോമന മകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും ദ്രോഹിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കഅബത്തിന്റെ താക്കോൽ ഞങ്ങളെ കയ്യിലല്ലേ എന്ന ഹുങ്കുമായി കഅബത്തിൽ അതാ ഹിജ്ർ ശരീഫിൽ തന്നെ കഅബത്തിന്റെ ഹിജ്ർ ഇസ്മായിലിന്റെ അടുക്കൽ അവിടെ തന്നെ യോഗം ചേർന്ന് അതാ തീരുമാനമെടുക്കുന്നു. എന്താണ് തീരുമാനം? ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന കഠിനമായ വിരോധിയായ ഖുറൈശി, അദ്ദേഹം മദീനയിലേക്കൊരു യാത്ര പോകണം. മദീനയിൽ പോകുന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പൊട്ടിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാനാണ്. അങ്ങനെ സഫ്വാൻ എന്ന് പറയുന്ന കഠിന ശത്രു അതിനു വേണ്ടി പറയുന്നു, ഉമൈറേ, നീ മദീനയിലേക്ക് സധൈര്യം പോയിക്കോ. കാരണം മദീനയിൽ പോകാൻ അല്പം ഭയമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന അനുയായികളല്ലേ അവിടെയുള്ളത്. ശത്രുക്കൾ കഠിനമായ ശത്രുത അഴിച്ചുവിട്ടപ്പോ സ്വന്തം നാട്ടിൽ നിന്ന് അതേ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം ഇറങ്ങിപ്പോയ മുഹമ്മദുർ റസൂലുള്ളാഹി അറിയാമല്ലോ, വീട് വളഞ്ഞ ശത്രുക്കളെ ശരീരത്തിനൊരു കേടും വരുത്താതെ അവരുടെ മുന്നിലൂടെ ധൈര്യത്തോടെ ഇറങ്ങിപ്പോയ നേതാവാണ്. പക്ഷേ ഇറങ്ങിപ്പോകുമ്പോൾ കാവലിന് ചെയ്തത് എന്താണ്? സൂറത്ത് യാസീൻ, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരല്ലേ, റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ. അവിടുത്തെ മദ്ഹ് പറയുന്ന സ്ഥലത്ത് കാവലല്ലേ, പടച്ചവന്റെ കാവലല്ലേ. അവിടുത്തെ പേര് പറയുന്ന സ്ഥലത്ത് റബ്ബിന്റെ കാവലല്ലേ. ആ കാവല് കിട്ടാൻ വേണ്ടി അവിടുത്തെ മദ്ഹ് ഉൾക്കൊള്ളുന്ന സൂറത്ത് യാസീൻ അതോതിക്കൊണ്ട് അല്പം പൊടിമണ്ണ് വാരി കയ്യിൽ പിടിച്ചു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതേ കലക്ട്രേറ്റ് വളഞ്ഞ, അതുപോലെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വന്ന എതിരാളികളെ നേരിടുമ്പോ ആ രാജ്യത്തുള്ള പൗരന്മാർക്ക് ശരീരത്തിന് പോറലേൽക്കാതെ തിരിച്ചേക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോ ജലപീരങ്കി ഉപയോഗിക്കുന്നത് കാണാറില്ലേ? അതേ വന്നവര് തിരിച്ചു പോകണം, പക്ഷേ അപകടം സംഭവിക്കരുത്. ഈ രൂപത്തിൽ എതിരാ
തൊഴിലാളികളെ തിരിച്ചേക്കുന്നത് ലോകത്താദ്യമായി പഠിപ്പിച്ച നേതാവ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. കുപ്പിച്ചില്ല് കയ്യിൽ പിടിച്ചിട്ടില്ല, അതേ ഉരുളൻ കല്ല് കയ്യിൽ പിടിച്ചിട്ടില്ല, വാളോ കുന്തമോ അല്ലെങ്കിൽ അതേ വില്ലോ അമ്പോ കയ്യിൽ പിടിച്ചിട്ടില്ല. അവിടുന്ന് അല്പം പൊടിമണ്ണ് വാരി കയ്യിൽ പിടിച്ച് സൂറത്ത് യാസീൻ ഓതി. സൂറത്ത് യാസീനിന്റെ ബർക്കത്ത് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഉൾക്കൊള്ളുന്ന സൂറത്താണ്. അത് റബ്ബിന്റെ കലാമാണ്. അതിന്റെ ബർക്കത്ത് അത് ആഗ്രഹിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതി തുടങ്ങിയിട്ട് പൊടിമണ്ണ് വാരി കയ്യിൽ പിടിച്ച് ഫഹും ലാ യുബ്സിറൂൻ എന്ന സ്ഥലത്തെത്തുമ്പോൾ ആ പൊടിമണ്ണൊരൊറ്റ ഏറ് കൊടുത്തപ്പോ ശത്രുക്കൾ മുഴുവനും മയങ്ങിപ്പോയി. സധൈര്യം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പോയി. ഇരിക്കട്ടെ, ആ പോകുന്ന പോക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതേ മാടപ്പിറാവ് സഹായിച്ചിട്ടുണ്ട്, ചെലന്തി വല കൊണ്ട് സഹായം കിട്ടിയിട്ടുണ്ട്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ വീട്ടിൽ കിടക്കാൻ അനുവദിക്കാത്ത സമയത്ത് അവിടുന്ന് സധൈര്യം ഇറങ്ങിപ്പോയപ്പോൾ അവിടുത്തേക്ക് കാവൽ നിൽക്കാൻ ചെലന്തികൾ വലകെട്ടിയിട്ടുണ്ട്, മാടപ്പിറാവുകൾ മുട്ടയിട്ടിട്ടുണ്ട്. ആ മാടപ്പിറാവിന് നീ കൊടുക്കുന്ന കാരുണ്യം, ആ ചിലന്തിക്ക് നീ കൊടുക്കുന്ന ബഹുമാനമെങ്കിലും അവിടുന്ന് പഠിപ്പിച്ച എന്റെ ഖാദിമീങ്ങളായ ഞങ്ങൾക്കും ഞങ്ങളോട് സഹകരിക്കുന്നവർക്കും നീ നൽകണം റഹ്മാനേ. അവിടുന്ന് മുൻപല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീൻ, അവിടുന്ന് രക്തം പൊട്ടി വലിച്ചു പോറ്റിയ ദീൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അല്ലാഹുവേ, സത്യത്തിലേക്കും നന്മയിലേക്കും സൗഹാർദ്ദത്തിലേക്കും ഐക്യത്തിലേക്കും നന്മയിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്നതിന് പകരം പരസ്പരം ഓരോ മഹല്ലുകളിലും പ്രദേശങ്ങളിലും പരസ്പരം കുറ്റം പറയാനും തെറി പറയാനും ആക്രമിക്കാനും എതിർക്കാനും പഠിപ്പിക്കുന്നവരുണ്ട്. അവരുടെ ഖൽബും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളുടെ മുഴുവൻ ആളുകളെ ഖൽബും ഞങ്ങളെ ഖൽബും നീ നന്നാക്കി തരണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, ആ വരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. കൂട്ടത്തിൽ പല മുഅ്ജിസത്തുകളും ഉണ്ടായിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇപ്പോൾ അതൊന്നും പറയാൻ സമയമില്ല. മദീനയിലെത്തുമ്പോൾ അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. തക്ബീർ ചൊല്ലി സ്വീകരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്ത്. ആ സമയം മുതൽ സുബ്ഹാനല്ലാഹ്, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയുമാണ്. അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനവുമാണ്. സഹാബത്ത് അതാ ഗംഭീരമായി മൗലിദോതുന്നു. തലൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മദാലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഉസു ഫീനാ ജിത ബിൽ അംദിൽ മുതാഇ ജിത ശറഫ്തൽ മദീന മർഹബൻ യാ خير داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أشرق البدر علينا فاختفت منه البدور
مثل حسنك ما رأينا قط يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيبي سلام عليكم صلوات الله عليكم. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സ്വാഗതം ചെയ്യുന്നില്ലേ? സഹാബത്തു തലഅൽ ബദ്റു ചൊല്ലി സ്വാഗതം ചെയ്യുന്നു. മദീനയിലേക്ക് ഇങ്ങ് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഞാനത് മുമ്പ് ഇവിടെ പ്രസംഗിക്കുമ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പലരും സ്വീകരണത്തിന് നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോൾ ഗംഭീര സ്വീകരണം നൽകിയ മഹാന്മാരായ സഹാബത്ത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, അവരുടെ അതിരറ്റ സ്നേഹം അതുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തില്ലേ, വമാ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും ഫയദ്ലുകു ബിഹാ വജ്ഹഹു വജിൽദഹു. എന്തിനധികം പറയണം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് കാർക്കിച്ചു തുപ്പിയാൽ ആ തുപ്പുന്ന ഉമിനീര് ഞാനും നിങ്ങളും തുപ്പുന്ന കഫം പോലെയല്ല, മറിച്ച് അവിടുത്തെ ഉമിനീരിന് അതേ കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്. അവിടുത്തെ ഉമിനീര് തൊട്ട് പുരട്ടുമ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെങ്കണ്ണ് രോഗം മാറിപ്പോയതാണ്. അവിടുത്തെ ഉമിനീര് ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ഉഹദ് യുദ്ധത്തിൽ വെച്ച് കണ്ണിനത് അമ്പ് കൊണ്ടിട്ട് കണ്ണങ്ങ് ചൂഴ്ന്ന് തെറിച്ച് മുഖത്തുകൂടെ അങ്ങ് ഒലിച്ചുപോയി. ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന് പറഞ്ഞു, നബിയേ, എൻ്റെ കണ്ണൊന്ന് ശരിയാക്കി തരണം നബിയേ. അവിടുന്ന് പറഞ്ഞു, ഖതാദ, നീ എന്ന് ക്ഷമിച്ചോ, ക്ഷമിച്ചാ വലിയ പ്രതിഫലമാണ്, മുസീബത്തുകൾക്കൊക്കെയും വലിയ പ്രതിഫലമാണ്. ക്ഷമിച്ചോ ഖതാദ, വലിയ സ്ഥാനം കിട്ടും റബ്ബിന്റെ അടുക്കൽ. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, പടച്ചവന്റെ പ്രതിഫലം എനിക്ക് വേണം, അതിൽ സംശയമില്ല. പക്ഷേ ഞാൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, എനിക്ക് ഭാര്യയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ ഹറാമിലേക്ക് തെറിച്ചു പോകും, എനിക്ക് അല്ലാഹ് അനുവദിച്ച നിലയ്ക്ക് ജീവിക്കണ്ടേ, അതിന് ഭാര്യ നിർബന്ധമാണ്. പക്ഷേ ഭാര്യയുടെ സമീപത്ത് ഈ കണ്ണില്ലാതെ ഞാൻ അങ്ങ് ചെന്നാൽ അവൾ എന്നെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല നബിയെ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ദീനിയായ ചുറ്റുപാട് നിലനിർത്തി എനിക്ക് ഹറാമിലേക്ക് തെറിച്ചു പോകാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി നബിയെ, എൻ്റെ കണ്ണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ദീനിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയും എൻ്റെ ദീന് അത് നിലനിർത്തി തഖ്വയോടെ ജീവിക്കാൻ വേണ്ടിയും തന്നെയാണ്. അതുകൊണ്ട് അവിടുന്ന് എൻ്റെ കണ്ണൊന്ന് ശരിപ്പെടുത്തി തരണം നബിയേ. വഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅത്തുഹു. അതേ, ഏത് വിഷയത്തിലും അവിടുത്തെ റക്കമന്റ് പ്രയോജനമല്ലേ. ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തമീ. ഇപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുബ്ബയുള്ള പടുകൂറ്റൻ ജാറമില്ലേ മദീനയിൽ, ആ ജാറത്തിന്റെ പിന്നിൽ ഹുജറത്തു ഫാത്തിമ എന്ന് പറയുന്ന റൂമില്ലേ, ആ റൂമിന് ഒരു ഗംഭീര ഡോറില്ലേ, ആ ഡോറിന്റെ പിത്തളയുടെ വട്ടക്കണ്ണിയുടെ മേലെ ബുർദബൈത്തിലുള്ള ഈ വരി വെച്ച് കഥാ കൊത്തിവെച്ചിട്ടില്ലേ. ഏത് പ്രശ്നങ്ങൾക്കും അവിടുത്തെ റെക്കമെന്റ് പരിഹാരമാണ്. ഇമാം ബൂസിരി തങ്ങൾ വെറുതെ പറഞ്ഞതല്ല, സഹാബത്തിന്റെ അനുഭവമാണ്. ഇരിക്കട്ടെ, ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരൽപ്പമെടുത്ത് ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് തലസ്ഥാനത്ത് വെച്ച് അല്പം ഉമിനീരങ്ങ് പുരട്ടിക്കൊടുത്തപ്പോ പിന്നെ അവിടുത്തെ കണ്ണിനൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല, ഇപ്പുറത്തെ കണ്ണിന് വല്ലപ്പോഴും ചെങ്കണ്ണ് ബാധിച്ചാലും
ആ കണ്ണിന് ജീവിതം ഒരിക്കലും തന്നെ മരണം വരെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. അത്ര വലിയ ഔഷധ വീര്യമുള്ളതല്ലേ അവിടുത്തെ ഉമിനീര്. ഓ സുഹൃത്തുക്കളെ, ആ മഹത്തായ ഉമിനീര് അവിടുന്ന് കാർക്കിച്ചിങ് തുപ്പിയാൽ വമാ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, സഹാബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഹാൻ ഉടനെ തന്നെ കൈകാട്ടിപ്പോയി, ഓരോരുത്തരും കൈകാട്ടിപ്പോയി. അവിടുത്തെ ഉമിനീര് കാർക്കിച്ചു തുപ്പുന്നത് കയ്യിൽ കിട്ടാനാണ്. ആ കയ്യിൽ അത് വീണുപോയി. കിട്ടിയാലോ അത് കൊണ്ടുപോയി കഴുകുകയല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസ്. ആർക്കാണ് അതിന്റെ സനദിൽ സംശയം? ആർക്കാണ് അതിന്റെ ആധികാരികതയിൽ സംശയം? ഏത് മുസ്ലിമിനാണത് തള്ളാൻ സാധിക്കുന്നത്? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയതല്ലേ. ആ ഉമിനീര് അതാ ഫയദ്ലുകു ബിഹാ വജ്ഹഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ ആ ഉമിനീര് മുഖത്ത് തൊട്ട് പുരട്ടുകയാണ്, മുഖത്ത് തൊട്ട് പുരട്ടുകയാണ്. വജിൽദഹു, ശരീരത്തിൽ തോലിൽ തൊട്ട് പുരട്ടുകയാണ്. ആദലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച സഹാബത്തല്ലേ. യുക്തിവാദികളും നിരീശ്വരവാദികളും അവരെ ചങ്ങാത്തം കെട്ടിയ ചില പുത്തൻവാദികൾ, അവർക്കിത് ബുഖാരിയിൽ കാണുമ്പോൾ ഛർദിക്കാൻ വരികയാണ്. അവർ ബുഖാരി തള്ളുകയാണ്. ബുഖാരിയിൽ അങ്ങനെ പല കുളൂസുമുണ്ട്, അതൊന്നും സ്വീകരിക്കാൻ പറ്റൂല എന്ന് എഴുതിയില്ലേ മുസ്ലിം നാമധാരികൾ. അവരും ദീനും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർക്ക് ലോകത്തെക്കുറിച്ച് എന്ത് വിവരമാണ്? ഇപ്പോൾ ഞാനതിലേക്ക് പറയുന്നില്ല. അവർക്ക് ഹബീബായ നബി തങ്ങളെ അറിയില്ല, അവിടുത്തെ മഹത്വം അറിയില്ല. അവർക്ക് എന്തിനധികം പറയണം, ലോകത്തുള്ള ഒന്നും അറിയില്ല. ഞാൻ ഇന്ന് നമ്മുടെ ഹമീദ് ഹാജിയുടെ പുതിയ വീട് നിർമ്മിച്ചവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി സയ്യിദന്മാരും ഉസ്താദ് അവറുകളും വന്നപ്പോ ഞാൻ അവിടെ നിന്ന് ഒരു മരുന്ന് കുടിച്ചു. ഞാൻ കുടിക്കുന്ന ഒരു ആര്യവൈദ്യന്മാരെ മരുന്നാണ്, അതുകൊണ്ട് നാലാൾ അറിയാതെ കുടിക്കാൻ കഴിയില്ല. സാധാരണ ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ ആരും അറിയാതെ കുടിക്കാം. ചെയ്ത് കുടിക്കണമെങ്കിൽ അതിലതാ തേന് ചേർക്കണം, പിന്നെ കുറച്ച് അതാ ചെറുനാരങ്ങന്റെ നീര് ചേർക്കണം, എന്നിട്ട് ഗുളിക ഇട്ട് തഴക്കണം, എന്നിട്ടൊക്കെ കൂടി കുടിക്കണം. അപ്പൊ നാലാൾ അറിയാതെ കുടിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, അത് കുടിക്കുമ്പോൾ ചേർത്തത് തേനാണ്. ഈ തേന് ചേർക്കണമെന്ന് എന്നോട് പറഞ്ഞതാരാണ്? എനിക്ക് മരുന്ന് എഴുതി തന്നതാരാണ്? അത് കുമാരൻ ഡോക്ടറാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കുമാരന് ഖുർആൻ പഠിപ്പിച്ചതാണോ തേനിൽ ശിഫയുണ്ടെന്ന വിവരം? അല്ല, അല്ല. അദ്ദേഹം ചികിത്സ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. തേനിൽ രോഗശമനമുണ്ട്, അത് ഖുർആൻ പറഞ്ഞ വിഷയമാണ്. ഫീഹി ശിഫാഉൽ ലിന്നാസ്, തേനിൽ രോഗശമനമുണ്ട്. എന്തുകൊണ്ടാണ് തേനിൽ രോഗശമനം? എന്താണത് സാധനം? ഓ യുക്തിവാദി ചിന്തിക്കട്ടെ. അവനനുകൂലിച്ച തീവ്രവാദിയും പുത്തൻവാദിയും ചിന്തിക്കട്ടെ. എന്താ തേനിന്റെ പ്രത്യേകത? അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യഖ്റു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു. അതൊരു ജീവിയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്ന പാനീയമാണ്. ഒരു ജീവിയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്ന പാനീയമാണ്. ശറാബ് എന്ന വാക്കിനർത്ഥം പാനീയമെന്നാണ്. സുബ്ഹാനല്ലാഹ്, നാദാപുരത്ത് വന്ന് പാട്ടുപാടിയൊരു മനുഷ്യൻ ശറാബ് എന്നതിന് കള്ള് എന്നർത്ഥം വെച്ചു. അപ്പോൾ ഇവിടെ എന്തർത്ഥം വെക്കണം? അതേ യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ, അതേ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് കുറച്ച് കള്ള് പുറപ്പെടുന്നു എന്നർത്ഥം വെക്കണം. സുബ്ഹാനല്ലാഹ്, വിവരമില്ലാത്തവൻ മതം പറഞ്ഞാലുണ്ടാകുന്ന നാശം പറയണോ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു, കളറ് വ്യത്യസ്തമായ പാനീയം ആ ഒരു ജീവിയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്നു. ഏതാണത് ജീവി? അത് തേനീച്ചയാണ്. പുറപ്പെടുന്നത് തൊള്ളയിലൂടെയാണ്.
ആ തേനീച്ചയുടെ തൊള്ളയിലൂടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്ന പാനീയം അത് രോഗശമനമുള്ളതാണെന്ന് കുമാരൻ ഡോക്ടറും കണാരൻ ഡോക്ടറും അതുപോലെ ജോസഫ് ഡോക്ടറും എല്ലാ ഡോക്ടറും സമ്മതിച്ചില്ലേ? യുക്തിവാദി അംഗീകരിച്ചില്ലേ? തീവ്രവാദിയും ഭീകരവാദിയും വർഗീയവാദിയും പുത്തൻവാദിയും എല്ലാ വാദിയും തേന് നക്കിയില്ലേ? ചോദിക്കട്ടെ, അതൊരു ജീവിയുടെ തൊള്ളയിൽ നിന്ന് വരുന്നതല്ലേ, വയറ്റിൽ നിന്ന് പുറപ്പെട്ടതല്ലേ? പക്ഷേ മുസ്ലിങ്ങളായ ഞങ്ങളോട് ചോദിക്കൂ, ഞങ്ങളതിന് മറുപടി പറയും. അത് മറ്റൊരീച്ചയെ പോലെയല്ല, മറ്റൊരു മൃഗത്തെ പോലെയല്ല. ആ മൃഗത്തിനൊരു ആ ഈച്ചക്കൊരു ബഹുമാനമുണ്ട്. എന്താ ബഹുമാനം? ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. തേനീച്ചയിലേക്ക് അല്ലാഹു വഹി അറിയിച്ചു. അല്ലാഹു വഹി കൊടുത്ത ജീവിയാണത്. അല്ലാഹു വഹി കൊടുത്ത ജീവിയാണത്. ആ വഹി കിട്ടിയ ജീവിയായതുകൊണ്ട് തന്നെ അതും നിങ്ങൾ ഓർക്കണം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ടുള്ള വഹിയല്ല, മറിച്ച് ഇൽഹാമിന്റെ വഹിയാണ്, ഔലിയാക്കൾക്ക് കിട്ടുന്ന വഹിയാണ്. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. മഹാനായ ഗൗസുല്ലാദം തങ്ങൾ കൊല്ല കൊടുത്ത ഇൽഹാമില്ലേ. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു ജല്ല ജലാലുഹു ഒരുപാട് കാലം ദീർഘായുസ്സും ആഫിയത്തും നൽകി ഈ ഉമ്മത്തിനെ നയിക്കാൻ, നമ്മുടെ എല്ലാ സമൂഹത്തിനും നേതൃത്വം കൊടുക്കാൻ അല്ലാഹു തആല ദീർഘകാലം നമ്മുടെ കൂടെ ജീവിച്ച് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം നൽകിയ ആ മഹാമനുഷ്യൻ അല്ലാഹുവേ, ഉസ്താദ് അവർക്ക് ഒരുപാട് കാലം നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, സമൂഹത്തിന്റെ നന്മയിലായി, മാനവികത ഉണർത്തുന്നതിലായി, സംസ്കരണവും സംസ്കാരവും പഠിപ്പിക്കുന്നതിലായി, യതീം മക്കളെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിലായി, ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നതിലായി നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അവിടുത്തെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെയും ഈ സമുദായത്തെയും നീ അനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, ഞാനിനി നീട്ടുന്നില്ല, പറഞ്ഞ ചരിത്രം ചുരുക്കി പറഞ്ഞു നിർത്തട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് വഹി കൊടുത്തു എന്ന് ഖുർആൻ. അത് ഏത് വഹിയാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ടുള്ള വഹിയല്ല, മറിച്ച് ഇൽഹാമിന്റെ വഹിയാണ്, ഔലിയാക്കൾക്കുള്ള വഹിയാണ്. കാരണം ഒരു പെണ്ണിനെയും അല്ലാഹു നബിയാക്കി അയച്ചിട്ടില്ല. വമാ കാനത് നബിയൻ വത്തു ഉൻസാ. അപ്പോൾ ആ വഹി ഇൽഹാമിന്റെ വഹിയാണ്. അതാണ് ഗൗസുല്ലാദം തങ്ങൾ പറഞ്ഞ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്ന് പറഞ്ഞ മനസ്സിൽ കൊടുക്കുന്ന വിവരം. ആ വിവരം വളരെ വലിയ വിഷയമാണ്. ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ സദസ്സിലുണ്ട് എന്റെ സ്നേഹിതൻ ഇസ്മായിൽ സഖാഫി, നമ്മുടെ നാദാപുരം ദാറുൽ ഹുദയുടെ മാനേജറാണ്. ഇസ്മായിൽ സഖാഫിക്ക് മക്കളില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഉസ്താദ് അവറുകൾ കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഗർഭിണിയാക്കി അദ്ദേഹത്തിന്റെ ഭാര്യയെ. സുബ്ഹാനല്ലാഹ്, മഹാനായ ഉസ്താദ് അവറുകളോട് അതാ ഗർഭിണിയാണെന്ന് വിവരം പറഞ്ഞപ്പോ
മകനെ കുട്ടിക്ക് പേര് വിളിച്ചു കൊടുത്തു. ആൺകുട്ടിയുടെ പേരാണ് വിളിച്ചു കൊടുത്തത്. അതേ കുട്ടിയുടെ പേര് വിളിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ആൺകുട്ടിയെ തന്നെ ആ സ്ത്രീ പ്രസവിച്ചു. അങ്ങനത്തെ എത്ര അനുഭവമുള്ളവർ ഈ സദസ്സിലുണ്ട്. ടി.പി. അബൂബക്കർ ഹാജി പൊയിലൂർ ഈ സദസ്സിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ആശുപത്രിയിൽ കിടക്കുന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ തീരെ സുഖമില്ലാതെ ഉസ്താദിനെ വിളിച്ച് സങ്കടം പറഞ്ഞപ്പോ ഇനി അദ്ദേഹത്തിന് വേദനയില്ലെന്ന് പറഞ്ഞു. പിന്നെ വേദന ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അല്ലാഹു തആല ഉസ്താദ് അവർക്ക് നൽകി. അത് യതീം കുട്ടികളെ പോറ്റിയതിന്റെ പവറാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞതിന്റെ പവറാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന 10,000-കണക്കിന് പണ്ഡിതന്മാരെ പോറ്റി വളർത്തിയതിന്റെ പവറാണ്. 1000-കണക്കിന് അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന പള്ളി നിർമ്മിച്ചതിന്റെ വകയാണ്. ഉസ്താദ് അവരുടെ ഇരുത്തി ഞാൻ സാധാരണ പറയാറില്ല, അതുകൊണ്ട് ഇപ്പോഴും പറയുന്നില്ല. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എൻ.കെ. കുഞ്ഞബ്ദുള്ള, നീർക്കരിമ്പിൽ കുഞ്ഞബ്ദുള്ള പേരോടാണ് ഉസ്താദ് അവர்கள் ദുബായിൽ നിന്ന് അതാ ശർവാരി പള്ളിയുള്ള കാലത്ത്, ആദ്യകാലത്ത് അവിടെ വെച്ചൊരു ഖുതുബ നിർവഹിച്ചു. ആ ഖുതുബ നിർവഹിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ വന്ന് ഇറങ്ങി ഖുതുബ നിർവഹിച്ച് തിരിച്ചു പോകുമ്പോ ഒരു മനുഷ്യൻ ഒരു ചെറിയ കൂക്ക് വിളിച്ചു. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് അവരുടെ നാവിൽ നിന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വാചകം സംഭവിച്ചു പോയി. ആ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ മരണസമയത്ത് അനുഭവിച്ചു പോയി. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അത് ഉസ്താദ് അവர்கள் മാത്രമല്ല, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങള് ഒരാളെയും നമ്മൾ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട, തെറി പറയണ്ട, നിന്ദിക്കണ്ട, പരിഹസിക്കണ്ട. അതൊരിക്കലും നമ്മളെ ആഖിബത്ത് നന്നാകാൻ കാരണമാകൂല. ഇപ്പോൾ അതിലേക്ക് കടന്നാൽ വീണ്ടും നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു മസ്അല പറഞ്ഞു. പറഞ്ഞ മസ്അല എന്താണ്? താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ മുഖത്തു നോക്കൽ ഹറാമാണ്. അന്യ സ്ത്രീകളെ മുഖത്തു നോക്കുന്നത് പോലെ തന്നെ ഹറാമാണ് എന്നൊരു നിയമം പറഞ്ഞു ഇമാം നവവി റളിയല്ലാഹു അൻഹു. വാസ്തവത്തിൽ ശാഫിഈ മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായ പ്രകാരം സ്ത്രീകളെ പോലെയല്ല താടിയും മീശയും മുളക്കാത്ത ആൺകുട്ടികൾ. സ്ത്രീകളിലേക്ക് വികാരമില്ലാതെ നോക്കിയാലും ഹറാമാണ്. അതേസമയത്ത് ഇത്തരം ആൺകുട്ടികളെ മുഖത്തേക്ക് വികാരത്തോടെ നോക്കിയാൽ ഹറാമാണ്, വികാരമില്ലാതെ നോക്കിയാൽ ഹറാമില്ല എന്നാണ് പണ്ഡിതന്മാര് ഭൂരിപക്ഷവും പറഞ്ഞത്. പക്ഷെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി സൂക്ഷ്മതയോടുകൂടെ അവിടുന്ന് പറഞ്ഞു, അതേ തീരെ നോക്കൽ ഹറാമാണെന്ന് പറഞ്ഞു. ആ വിവരം അറിഞ്ഞ വേറൊരു പണ്ഡിതൻ അല്ലാമ റീമി റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതൻ തന്നെയാണ്. പക്ഷേ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ ഒരൽപ്പം നിസ്സാരപ്പെടുത്തി സംസാരിച്ചു പോയി, അല്പം നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചു പോയി. പണ്ഡിതനാണ് അല്ലാമ റീമി റഹിമഹുല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ തന്നെയാണ്. ഞാൻ ആദരിക്കുന്നു, നമ്മൾ ആദരിക്കേണ്ട പണ്ഡിതനാണ്. പക്ഷെ അല്പം നിന്ദിച്ചങ്ങ് സംസാരിച്ചു പോയി. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരെ എഴുതി വെച്ചില്ലേ, അല്ലാമ റീമി റഹിമഹുല്ലാഹ് വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യിത്ത് സംസ്കരിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സമയത്ത് അതാ ഒരു ചെറിയ പൂച്ചയെ പോലുള്ള ഒരു ജീവി ഓടി വന്നിട്ട് ആ അല്ലാമ റീമി തങ്ങളുടെ മയ്യിത്തിന്റെ സമീപത്ത് വന്ന് നാവ് കടിച്ചെടുത്ത് തിരിച്ചു ഓടിപ്പോയി. ഒരടിയായിക്കും തടുത്തു നിർത്താൻ സാധിച്ചില്ല. കാരണം എന്തേ? അല്ലാഹുവിന്റെ ദീനിന് എണ്ണമറ്റ സംഭാവനകൾ നൽകിയ പടച്ച റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ഖിദ്മത്ത് ചെയ്ത മഹാനായ ഖുതുബും വലിയുമായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പണ്ഡിതനാണെങ്കിലും മസ്അല പറഞ്ഞാൽ പോരെ, നിന്ദിക്കേണ്ടതുണ്ടോ? ഒരൽപ്പം അവമതിക്കുന്ന വാക്ക് വന്നുപോയതിനാൽ ഇമാമാണെങ്കിലും മരിച്ചു കിടക്കുന്ന സമയത്ത് ആ നാവും കടിച്ച് ഒരു ജീവി ഓടിപ്പോയി.
ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ഒരിക്കലും ആലിമീങ്ങളെ മാംസം കൊണ്ട് കളിക്കരുത് കേട്ടോ. അത് ഞാൻ നിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ നാട്ടുകാരും എന്റെ സമീപത്ത് താമസിക്കുന്നവരും ഈ സാധുവായ എന്നെ സ്നേഹിക്കുന്നവരുമായ നിങ്ങളോടൊരു വസിയത്തായി പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ നിസാരപ്പെടുത്തരുത്, തങ്ങന്മാരെ നിസാരപ്പെടുത്തരുത്. അവരേത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഒരു പാർട്ടിയിലില്ലെങ്കിലും റസൂലുള്ളാഹിന്റെ കുടുംബത്തെ നിസാരപ്പെടുത്തരുത്. അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരായ ആലിമീങ്ങളെ നിസാരപ്പെടുത്തരുത്. വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും പേരിൽ എന്തും ചെയ്യൽ നമുക്ക് അനുവദനീയമല്ല. ലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇദ്ലൂ. ഞാൻ ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനേ. നിന്റെ ഹബീബായ നബി തങ്ങളെ ഉമ്മത്തുകൾക്ക് മുഴുവനും പൊറുക്കണം റഹ്മാനേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ വേണ്ടിയുള്ള പ്രചരണം, അതിനുവേണ്ടി മദ്ഹുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന പ്രചരണത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ മദ്ഹ് പ്രഭാഷണമെന്ന് പോസ്റ്റർ അടിച്ചിട്ട് ആ പോസ്റ്റർ പലരും കൊണ്ടുപോയി ഒട്ടിച്ചപ്പോ ഇന്നാ ലില്ലാഹ്, എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയില്ല, മദ്ഹുർ റസൂൽ എന്ന് റസൂലുള്ളാഹിന്റെ പേരെഴുതിയ സ്ഥലം അത് പറിച്ചു കീറിയവരില്ലേ, അവർ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വരലെങ്കിലേ. ഓ സുഹൃത്തുക്കളെ, അവനവന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനത്തിലും ഒരാളും പോയി പെട്ട് പിന്നെ കൈകടിക്കരുത് കേട്ടു. അല്ലാഹുവേ നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകൾ ഞങ്ങൾ വിവരം കുറഞ്ഞവരാണ്, ഞങ്ങളിൽ വിവരക്കേടുകൾ വന്നെങ്കിൽ മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് മുഴുവനും ഈ ഉമ്മത്തിന് മുഴുവനും മാപ്പാക്കണം റഹ്മാനേ. അറിവുകേടിന്റെ പേരിൽ എന്ത് തെറ്റായ വാക്ക് പറഞ്ഞവരുണ്ടെങ്കിലും ഏത് തെറ്റായ പ്രവർത്തനം ചെയ്തവരുണ്ടെങ്കിലും നീ മാപ്പാക്കണം റഹ്മാനേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊട്ടിക്കണമെന്ന നിലക്ക് യോഗം ചേർന്ന് തീരുമാനിച്ച് അതാ പോവുകയാണ് ഉമൈർ ഇബ്നു വഹബ്. ആ ഉമൈർ ഇബ്നു വഹബ് പോയാൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സഹാബത്തല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ഉമിനീര് ശരീരത്തിൽ തൊട്ട് പുരട്ടുന്ന സഹാബത്തല്ലേ. ആ സഹാബത്ത് എന്നോട് സഹാബത്തിന്റെ മുമ്പിൽ ചെന്ന് വല്ലതും വിവരക്കേട് ചെയ്താൽ കൊന്നുപോകുമോ എന്ന ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ യോഗത്തിന് സഫ്വാൻ എന്ന് പറയുന്ന ഖുറൈശി ഏറ്റെടുക്കുകയാണ്. നിന്റെ കടം ഞാൻ വീട്ടിക്കോളും, നിന്റെ മക്കളെ ഞാൻ പോറ്റിക്കോളും, നീ പൊയ്ക്കോ ഉമൈറേ. നീ മദീനയിൽ ചെന്ന് മുഹമ്മദിനെ ഒന്ന് വഞ്ചിച്ചു വരൂ, പൊട്ടിച്ചു വരൂ. വാളുമെടുത്ത് ഉമൈർ മദീനയിലേക്ക് ഇറങ്ങി, നല്ല തിളങ്ങുന്ന വാളും. ആ വാളിന് തന്നെ വിഷം ചേർത്തിട്ട് വിഷം കൂട്ടിയിട്ടുണ്ട്. ഒരു കുത്തിന് തന്നെ വിഷം കൊണ്ട് കൊല്ലണം എന്ന നിലക്ക് വാളുമെടുത്ത് ഉമൈർ മദീനയിലേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഉമൈറിന്റെ വരവ് കണ്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ് ഹാദാ ഉമൈർ ഇബ്നു വഹബ് ശൈത്താനും മിൻ ശയാതീനി ഖുറൈശ് മാ ജാഅ ഇല്ലാ ലിയഫ്ദിക ബിക. നബിയേ, തങ്ങളെ കൊല്ലാൻ തന്നെയാണ് ആ ഖുറൈശികളെ ശൈത്താനിന്റെ വരവ്. നബിയേ, ഞാൻ ഇങ്ങോട്ട് കയറാൻ അനുവദിക്കൂല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, അതേ റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ മനുഷ്യരെയും സൽ സ്വഭാവം കൊണ്ട് കീഴ്പ്പെടുത്തിയ, സത്യത്തിന്റെ വചനം കൊണ്ട് കീഴ്പ്പെടുത്തിയ, മൃഗീയതയുള്ള മുഴുവൻ ആളുകളുടെയും മൃഗീയതനെ നീക്കി മാനവികതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച് വിജയം കണ്ട ആ മഹാനായ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നു, അർസിൽഹു യാ ഉമർ, ആ ഉമൈറിനെ നീങ്ങി വിട്ടോ, ഉമറേ പിടിച്ചു വെക്കണ്ട.
സമീപത്തിങ്ങെത്തിയപ്പോ ഫളമ്മഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈഹി, നബി തങ്ങളതാ ഈ കഠിന ശത്രുവായ ഉമൈർ, അതേ വിഷത്താൽ ഊട്ടപ്പെട്ട വാളും കൊണ്ടുവന്ന ഉമൈർ, ആ ഉമൈറിനെ പിടിച്ചിങ്ങി കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് അതാവ കല്ലമഹു അഖ്ബറഹു ബിമാ ജറാ ബൈനഹു വബൈന സഫ്വാൻ. ഉമൈർ ഇബ്നു വഹബിനോട് ചോദിക്കുന്നു, ഉമൈറേ, നിന്റെ കടം സഫ്വാൻ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ? നിന്റെ മക്കളെ സഫ്വാൻ അതാ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നീ